آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. مالك الملوك يا رحمن رحيم ما يا الله. ഞങ്ങൾ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയതും പാടിയതും ഓതിയതും കേട്ടതും എല്ലാത്തിന്റെ സവാബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അസ്ഹാബുൽ ബദരീങ്ങളെ ഹദ്റാത്തുകളിലേക്കും ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ചും ഇവിടെ മറപ്പെട്ടെടുക്കുന്ന ബീവിയുടെയും ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും ബറക്കാത്ത് കൊണ്ട് ജാഹ് കൊണ്ട് മദദ് കൊണ്ട് ഹക്ക് കൊണ്ട് ഈ പാവികളായ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളെ നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, കാമിലായ ഈമാൻ തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നിന്റെ പൊരുത്തത്തിലാക്കി തരണം അല്ലാ. നിന്റെ നില നീ തരണേ അല്ലാ. അല്ലാഹുവേ, ഈ റമദാൻ കൊണ്ട് വിജയിച്ച ഒരു കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സിൽ ധാരാളം മോമിനീങ്ങള് സംഭാവന തന്നവരെ, ഷേർനി തന്നവരെ, പത്തിരി ചുട്ടുകൊണ്ട് അയച്ച ഉമ്മമാർ, അങ്ങനെ വിദേശത്തുനിന്നുള്ള ഞങ്ങളെ പ്രിയങ്കരായ കൂട്ടുകാർ ആരെല്ലാമുണ്ട് റബ്ബേ, എല്ലാ ഓരോരുത്തരെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ തീർത്തു തരണേ അല്ലാ. ഇപ്പോൾ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കയ്യിൽ സംഭാവന തന്നുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസറിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്, രോഗം ശമനത്തിന് വേണ്ടി. അല്ലാഹുവേ, എല്ലാവരുടെയും രോഗം അറിയുന്നവന് നീയാണ് റഹ്മാനെ. എല്ലാവരുടെയും രോഗത്തിന് നീ പരിപൂർണമായ ശിഫ തരണേ അല്ലാ. മാരാവ്യാധി രോഗത്തിന് അടിമപ്പെട്ടവര് നാട്ടിലും ഹോസ്പിറ്റലും വീടുകളിലൊക്കെ കഴിയുന്നു റബ്ബേ. ട്യൂമറ്, ക്യാൻസർ, ഷുഗർ, പ്രഷർ, സ്റ്റോണ്, വെരിക്കോസ്, ഇരിക്കേഷന്, തൈറോയ്ഡ് തുടങ്ങിയ രോഗികള്, ശരീരത്തിന്റെ പല സെല്ലുകളിലും അസഹ്യമായ വേദനകൾ അല്ലാ. എല്ലാ രോഗത്തിനും നീ പരിപൂർണമായ ശിഫ തരണേ അല്ലാ. ശിഫക്കുള്ള വഴി നീ തുറക്കണേ അല്ലാ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളെ ശരീരത്തിൽ എന്തെല്ലാം രോഗത്തിന്റെ അണുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. വല്ല രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ നീ മായിച്ചു തരണം റഹ്മാനെ. എല്ലാ നിലക്കുള്ള ആഫിയത്തോട് ദീർഘായുസ് തരണം റഹ്മാനെ. അല്ലാഹുവേ, പെടുന്നതിനുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. മാരാവ്യാധി രോഗങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ജോലികളിലും ഏർപ്പാടിലും ധാരാളം ബർക്കത്ത് നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തന്നത്, തരാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും ധാരാളം ബർക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഭൂമിയിൽ നിന്ന് പൊന്തി വരുന്ന, ആകാശത്ത് ഇറങ്ങി വരുന്ന എല്ലാ പരീക്ഷണങ്ങളും രോഗങ്ങളും എല്ലാം നീ കെട്ടണച്ച് കളയണം റഹ്മാനെ. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ, പശ്ചിമേഷ്യ രാജ്യങ്ങളിലൊക്കെ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധങ്ങളെല്ലാം നീ കെട്ടണച്ച് കളയണം റഹ്മാനെ. എല്ലാ രാജ്യങ്ങളും പരസ്പരം സൗഹാർദ്ദത്തിലും സ്നേഹത്തിലാക്കി തരണം റഹ്മാനെ.
ഒരു പ്രയാസമോ ഒരു യുദ്ധമോ ഒരു ദുഃഖമോ ഒരു പരീക്ഷണമോ നീ നൽകല്ല റബ്ബേ. ഞങ്ങളെ മഈശത്തിന്റെ കാര്യങ്ങളൊക്കെ നീ വിശാലതയാക്കി തരണേ അല്ലാ. ഒരു തടസ്സമോ ഒരു പ്രയാസമോ നീ തരല്ല റബ്ബേ. ജോലിയില്ലാത്തവർക്ക് റാഹത്തിന്റെ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ നീ ധാരാളം ബറക്കത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, വിദേശ രാജ്യങ്ങൾ പോയി മാസങ്ങളോളമായി വിസിറ്റ് പുതുക്കി ഇന്ന് വരെ ഒരു ജോലിയും ശരിയായിട്ടില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട് റബ്ബേ. അല്ലാഹുവേ, വിദേശത്ത് പോയി ജോലി ശരിയാകാത്ത ആളുകൾക്ക് നല്ല റാഹത്തിന്റെ ജോലി നീ എത്രയും പെട്ടെന്ന് ശരിപ്പെടുത്തി കൊടുക്കണേ അല്ലാ. കടങ്ങളെ നീ വീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ കടങ്ങൾ, ഞങ്ങളെ ബന്ധപ്പെട്ട് എന്തിനെല്ലാമുള്ള കടങ്ങളുണ്ടോ മുഴുവനും നീ എത്രയും പെട്ടെന്ന് നീ വീട്ടിത്തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ പയ്യത്തവയിൽ ജമാഅത്തിന്റെ കീഴിൽ നടക്കുന്ന മുഴുവനും സ്ഥാപനങ്ങൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നീ എത്തിച്ചു തരണം റഹ്മാനേ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, അതിന്റെ നടത്തിപ്പിന് ആവശ്യമുള്ളത് മുഴുവനും നീ അത് തുറന്നു തരണേ അല്ലാ. ഞങ്ങളെ ദഅ്വാ കോളേജിന്റെ ബിൽഡിങ്ങിന്റെ പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനേ. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവന നൽകിയവരുണ്ട്. ആ ബിൽഡിങ്ങിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ധാരാളം ആളുകൾ, അതുപോലെ തന്നെ ഞങ്ങളെ ജമാഅത്തിന്റെ ഭാരവാഹികൾ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ അവരെ സ്വാഗതം ചെയ്തു. അതിന്റെ ആവശ്യത്തിന് വേണ്ടി വലിയ വലിയ സംഭാവനകൾ നൽകിയ ഞങ്ങളെ കൂട്ടുകാർ, അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്ത് നൽകണം റഹ്മാനേ. ഞങ്ങൾ ജമാഅത്തിന്റെ ഭാരവാഹികളുണ്ട് റബ്ബേ. ഞങ്ങൾ ജമാഅത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ, ഖതീബുമാർ, മുദരീസുമാർ, ആരെല്ലാം ഏതെല്ലാം ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് റബ്ബേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ കഷ്ടങ്ങളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നീക്കിത്തരണം അല്ലാ. വീടില്ലാത്തവർക്ക് റാഹത്തിന്റെ വീട് നൽകണേ അല്ലാ. തന്ന വീട്ടിൽ ധാരാളം ബറക്കത്ത് നൽകണേ അല്ലാ. വീടിന്റെ പണി തുടങ്ങിയ ആളുകളുണ്ട് റബ്ബേ, എത്രയും പെട്ടെന്ന് ഖൈറായ നിലക്ക് നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെയും ശിഷ്യന്മാരെയും സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെയും നീ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അവരേതെല്ലാം മേഖലയിൽ എന്തെല്ലാം പരീക്ഷകൾ എഴുതുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ. എല്ലാ മേഖലയിലും നല്ല വിജയം, നല്ല പുരോഗമനം, നല്ല വിവേകവും നീ നൽകണേ അല്ലാ. അവരുടെ വിജയം കണ്ടുകൊണ്ട് കൺകുളിർക്കാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, എല്ലാ ശർറുകളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണം റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ താഅത്തിലായി കൊണ്ട് ആഫിയത്തോട് ദീർഘായുസ്സ് തരണം റഹ്മാനേ. ഞങ്ങളെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ എത്രയോ യുവാക്കളും യുവതികളുമുണ്ട് റബ്ബേ. പരസ്പരം കുഫത്തതായ ഇണകളെയും തുണകളെയും നീ കാണിക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം അല്ലാ. അല്ലാഹുവേ, പാരത്രികമായ ഓരോ ഘട്ടങ്ങൾ നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിന് വിട പറഞ്ഞു പോയവരുണ്ട് റബ്ബേ. ഈ പള്ളിന്റെ പരിസരത്ത് വിശ്രമിക്കുന്ന, ആറടി മണ്ണിൽ വിശ്രമിക്കുന്ന ധാരാളം മോമിനീങ്ങൾ, അല്ലാഹുവേ, എല്ലാവർക്കും ഞങ്ങൾ ഓതിയതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ ഞങ്ങളെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം തരണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.